ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. ഇന്ന് തിരുവോണ ദിവസമാണ്. രാവിലെ തന്നെ കുളി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിൻ്റെ മുന്നേ ഞാൻ പറയട്ടെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കേട്ടോ. ഇന്ന് നമ്മുടെ ഒരു ഓണം വ്ളോഗാണ്. രാവിലെ നല്ല മഴയാണ്. തലേ ദിവസം മുതൽ ഈ പറഞ്ഞ പോലെ നട്ടപ്പാതിര മുതൽ മഴയാണ്. കറണ്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു 3 മണി 3:30 എണീക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അതൊരു 4-4:30 ആയി, 4:45 ആയി നീറ്റപ്പോൾ. പാടേണ്ട ഞാൻ വേഗം കുളിച്ചിട്ട് ഇറങ്ങുകയാണ് ചെയ്തത് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി പിന്നെ നിന്ന് കഴിഞ്ഞാൽ നേരം വൈകും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ലേ. ഇന്ന് അമ്പലത്തിൽ പോകണമെന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ. പക്ഷെ ഇന്ന് മൊത്തത്തിൽ മഴ കൊളാക്കുമെന്നാണ് തോന്നുന്നത്. രാവിലെ അല്ല, 2 ദിവസം മുതലേ മഴ ഉണ്ട്. പക്ഷേ തലേദിവസം മുതൽ പെരുമഴയാണ് കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഭഗവാന്റെ മുമ്പിൽ വിളക്കൊക്കെ കത്തിച്ചിട്ട് നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗ് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇന്ന് മുതൽ എല്ലാവർക്കും സർവ്വസമ്പൽ സമൃദ്ധിയുടെ ഐശ്വര്യം നിറഞ്ഞ ഒരു ദിവസമാവട്ടെ. എല്ലാവർക്കും ഓണാശംസകൾ കേട്ടോ. ഒരിക്കൽ കൂടെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിളക്കൊക്കെ വെച്ചിട്ട് ഇറങ്ങി നേരെ ഒരു കുറിയും കൂടെ അങ്ങോട്ട് തൊടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഡ്രസ്സില്ലേ, പുതിയ ഡ്രസ്സൊന്നുമല്ല, ഓണക്കോടിയൊന്നും. പക്ഷേ ഓണക്കോടിയല്ല, ഇതൊരു വിഷുവിൻ്റെ ഡ്രസ്സായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ ഇതിൻ്റെ ഒരു കോസ്റ്റ്യൂമിന് തിരിക്കട്ടെ എന്ന് വിചാരിച്ചത് എടുത്തിട്ടതാണ്. ഓണക്കോടി ഞാൻ കാണിക്കാം കേട്ടോ. കണ്ടോ, നേരെ ഇങ്ങനെ പരപരാന്ന് തന്നെ വെളുത്ത് വരണേ ഉള്ളൂ. എന്നിട്ട് ഇനി നമ്മൾ കിച്ചണിലേക്ക് കയറാം, നമ്മുടെ അംഗങ്ങൾ തുടങ്ങാം. തലേ ദിവസം എല്ലാം അത് അരിഞ്ഞ് പെറുക്കി വെച്ചിട്ട് സൗണ്ട് പോയിട്ടുണ്ട് കേട്ടോ. നീരിറങ്ങിയിട്ടും ഉറക്കം ശരിയാവാനിട്ടും എല്ലാം കൂടെയിട്ട് സൗണ്ടിന് ഭയങ്കര മാറ്റമുണ്ട്. രാവിലെ നീറ്റ പാടെ നമ്മൾ ചായക്ക് വെള്ളം വെക്കാമെന്ന് വിചാരിച്ചു. ജനലൊക്കെ ഒന്ന് തുറന്നിട്ടിട്ടുണ്ട്. വെളിച്ചം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേരം ഒരു ഏകദേശം പരപരാന്ന് വെളുത്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ പേടിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല കേട്ടോ. 3 മണിക്ക് നീക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പം നീറ്റപ്പോഴേക്കും എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. ഒന്നാമത് ഈ ഒരു നമ്മുടെ സ്റ്റൗവില്ലേ, അത് കത്തണ ഫ്ലെയിം കുറവായതുകൊണ്ടാണ് കുറച്ചും കൂടെ ലാഗ് ആയത് കേട്ടോ. അപ്പോൾ തലേ ദിവസം അരിഞ്ഞ് പെരുക്കി വെച്ചിരിക്കുന്ന ഫ്രിഡ്ജിൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ പച്ചക്കറിയൊക്കെ, അതിനകത്തുനിന്ന് പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ സാമ്പാറും അവിയലും അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും നമുക്ക് കുറച്ച് സമയം അതിനകത്ത് കിട്ടുമല്ലോ. അപ്പോൾ അരപ്പിനും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാ വട്ടങ്ങളൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. ഇതിപ്പോൾ കണ്ണൻകുട്ടിയുടെ ഫ്രണ്ട്സൊക്കെ വരുകൊണ്ടാണ് ഞാൻ ഇത്ര ഉണ്ടാക്കാൻ വേണ്ടിയത്. എന്താ വെച്ചാൽ ഷാജേട്ടനല്ലേ, ഞാനും പൂജിട്ടിയും കണ്ണൻകുട്ടിയുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് 3 ആൾക്കും ഉള്ള വട്ടത്തിൻ്റെ തന്നെ ഞാൻ ആക്കണുള്ളൂ. അല്ലാണ്ട് നമ്മൾ കാളനും ഇപ്പം ഈ പറഞ്ഞ പോലെ ഓലനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പറ്റണ അത്യാവശ്യം നമ്മൾ കഴിച്ച് തീർക്കണ കാര്യങ്ങൾ വെറുതെ വേസ്റ്റ് ആക്കിയിട്ട് ആർഭാടം കാണിച്ചിട്ട് അങ്ങനെ വേണ്ട വിചാരിച്ചു. ഇതിപ്പോൾ പിള്ളേർ വരും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൂടെ ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ പിന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ വീട്ടിലേക്ക് ഇപ്പോൾ പോകാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അവിടേക്ക് ഈ ഒരാഴ്ചയും കൂടി പോകാൻ പറ്റാത്തതുകൊണ്ട്. അല്ലെങ്കിൽ രാവിലെ ഞാൻ ചായ കൂടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാമെന്നൊക്കെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ, വീട്ടിലേക്ക് മാറുന്നതിൻ്റെ മുന്നേ. എന്തായാലും നമ്മുടെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയാലേ വിളമ്പി കഴിച്ചിട്ടേ നമ്മൾ പോവുള്ളൂ. അപ്പോൾ ഇത്രയും കൂടെ ആഘോഷമാക്കാൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പറ്റുമോ ഇല്ലയെന്ന് അറിയില്ലായിരുന്നാലും ഭഗവാൻ എത്തിച്ചിട്ട് നമ്മുടെ തിരുവോണമൊക്കെ അങ്ങോട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവയിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ ആക്കി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ആക്കിയിട്ട് ഇത്തിരി വെള്ളം കൂടെ ആക്കി നമുക്കത് വേവാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. കുറച്ച് വെള്ളം അടി പിടിക്കേണ്ട വിചാരിച്ചിട്ടാണ്. ആവശ്യമൊന്നുമില്ല, സിമ്മിലാക്കിയിട്ട് ഇങ്ങനെ കുറച്ച് വേവിച്ചാലും വേവും. എന്നാലും ഞാൻ എൻ്റെ ഒരു സമാധാനത്തിൽ ഞാൻ ഇത്തിരി ഓരം വെള്ളം ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് അങ്ങോട്ട് വെച്ചു. ഇനി നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ സാമ്പാറിൻ്റെ പരിപാടി നോക്കാം. വറുത്തരച്ചിട്ട് സാമ്പാർ വയ്ക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും ഒരു സ്പെഷ്യൽ ഡേ അല്ലേ, അപ്പോൾ പിന്നെ വറുത്തരച്ചിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇത് എത്ര കുറേച്ചുണ്ടാക്കിയാലും എനിക്ക് കൂടുതലാവട്ടോ. പിന്നെ ഞാൻ നമ്മുടെ അപ്പുറത്തും കൊടുക്കുകയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കണേ. ഞങ്ങൾക്ക് 3 ആൾക്കും ഇത്ര ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ അവൻ്റെ ഫ്രണ്ട്സും കൂടെ വരുമല്ലോ. എത്ര കുറേശ്ശെ എനിക്ക് കുറച്ചായിട്ട് ഉണ്ടാക്കാൻ എനിക്കറിയില്ല. അത് എത്ര പോയാലും കൂടിപ്പോവും, തികയില്ലേ എന്നൊരു ടെൻഷൻ വരും കേട്ടോ. സാമ്പാറൊക്കെ എന്തായാലും ഞാൻ വെക്കുമ്പോൾ കൂടാറുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ അവിയലിക്ക് അരപ്പാണ് കേട്ടോ. നാളികേരം, ചെറുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, നല്ല ജീരകം, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് തൈര് ഒഴിച്ചിട്ട് ഒരൊറ്റ കറക്കൽ കേട്ടോ. അത്രയും മതി. അപ്പോഴേക്കും അത് ആയിക്കോളൂ കേട്ടോ. ചെറുതായിട്ട് ഷോക്ക് അടിക്കുന്നുണ്ട് അതിൻ്റെ മേലെന്ന്. ഇത് എപ്പോഴും ഉണ്ട്. ഞാനത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്കാണെങ്കിൽ ഷോക്ക് അടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. പിന്നെ ഇങ്ങനെ എന്താ പറയുക, അരച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. എന്നിട്ട് ഞാനത് 2 കറക്കൽ കറക്കിയപ്പോഴേക്കും നമ്മുടെ അവിയലിൻ്റെ പരിപാടി അങ്ങോട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അരപ്പൊക്കെ വേഗം ഇങ്ങോട്ട് അരച്ച് വയ്ക്കുകയായിരിക്കും നല്ലത്. കറണ്ടിൻ്റെ അവസ്ഥ എന്താവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. പഞ്ചസാര ഇങ്ങനെ കോരി ഇടണതൊന്നുമില്ല കേട്ടോ. കുറച്ച് ചാടിയിട്ടുള്ളൂ. അതിനകത്തുള്ള സ്പൂൺ അതിന് താഴേക്ക് ചാടി എന്നുള്ളത് നിറയ്ക്കേണ്ട സമയത്ത് അപ്പോൾ കുറച്ചിട്ടിട്ടുള്ളൂ. എന്നിട്ട് പാകത്തിന് ഞാൻ ചായപ്പൊടിയും കൊണ്ട് ഇട്ടു. ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഒരു 1/2 ഗ്ലാസ് കിട്ടിയിട്ടില്ലെങ്കിൽ കയ്യും കാലും വിറയ്ക്കും. അപ്പോൾ അതുകൊണ്ട് ചായയുടെ പരിപാടി ആദ്യം കൂടെ ആക്കി. സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് ഇന്നലെ അരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിലൊരു ബ്ലാക്ക് കളർ വരില്ലേ, അപ്പോൾ അത് കാരണം അതും സവോളയൊക്കെ ഇപ്പോഴാണ് അരിഞ്ഞ് റെഡിയാക്കി വെച്ചത് കേട്ടോ. അപ്പോൾ അതൊക്കെ ആക്കി വെച്ചു പാകത്തിന്. ഒരുപാട് കഷ്ണങ്ങളൊന്നും ഞാൻ സാമ്പാറിനകത്ത് ഇടുന്നില്ല കേട്ടോ.
പാകത്തിന് തന്നെ ഇടണുള്ളൂ. 2 പച്ചമുളകും അങ്ങോട്ട് കീറിയിട്ടു എല്ലാം കൂടെ നമുക്ക് പരിപ്പും കഷ്ണങ്ങളും എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് വെക്കാമെന്നാണ് വിചാരിച്ചത്. നമ്മൾ പല രീതിക്ക് സാമ്പാർ വെക്കാൻ വേണ്ടി പറ്റും. ഈസി ആയിട്ട് ഇന്നിപ്പോൾ ഞാൻ ഈസി ആയിട്ട് അങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. തക്കാളി ചെറുതാണെങ്കിൽ 3 എണ്ണം ഇട്ടിട്ടുണ്ട്, വലുതാണെങ്കിൽ 2 എണ്ണം ഇട്ടാൽ മതി. എല്ലാവരും പല ടൈപ്പിലായിരിക്കും സാമ്പാർ വയ്ക്കുക. ഇന്നിപ്പോൾ ഞാൻ വേറെ ടൈപ്പിലാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വീഡിയോയിൽ വ്ളോഗിൽ തന്നെ 2-3 ഐറ്റം സാമ്പാറിൻ്റെ റെസിപ്പീസൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ തക്കാളി ആക്കി അരിഞ്ഞിട്ടു. പൂജുട്ടി എനിക്ക് വീഡിയോ എടുത്ത് തരാൻ വേണ്ടി കൂടെ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് വേഗം കഴിയും. മറ്റേത് എന്താ വെച്ചാൽ ഈ ട്രൈപ്പോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാച്ചും ചെരിച്ചാവുമ്പോൾ പണിയായിരിക്കും കേട്ടോ. മൊത്തത്തിൽ മഴ ആയ കാരണം എല്ലാവരും മൂടും പോയിരിക്കുക, അമ്പലത്തിൽ പോകാൻ പറ്റില്ല കേട്ടോ. ഇപ്പോൾ ഒന്നും ഇങ്ങോട്ട് ചനപ്പിനിന്ന് ഇങ്ങനെ ചാറി മാറും, കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും വരും, അങ്ങനെയാണ്. പാകത്തിന് പരിപ്പും കാര്യങ്ങളും എടുത്തിട്ട് കഴുകിയിട്ടുണ്ട്. നമ്മൾ സാമ്പാറിലേക്ക് എപ്പോഴും പരിപ്പ് ലേശം കൂടുതൽ എടുക്കണം കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഞാൻ പരിപ്പിൻ്റെ കൂടെ പച്ചക്കായ അങ്ങനെ ഇട്ട് വേവിക്കാറുണ്ട്, എല്ലാം കൂടെ ഇട്ടിട്ട് കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട്. ഇതിപ്പോൾ ഞാൻ വറുത്തരക്കിയ കാരണം അത് അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. പരിപ്പൊക്കെ കഴുകി കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അത് അങ്ങോട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് ആക്കി വെക്കാം കേട്ടോ. ഇന്ത്യക്ക് വീട്ടിൽ ഇത്രയും സദ്യവട്ടങ്ങളും കാര്യങ്ങളൊക്കെ അമ്മ ഒറ്റയ്ക്ക് ഉണ്ടാക്കുക കേട്ടോ. അത് വീട്ടിൽ ഞങ്ങളെല്ലാവരും ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഏട്ടൻ്റെ വൈഫും പിള്ളേരും, ഞാൻ, എൻ്റെ 2 മക്കൾ, അനിയൻ, അവൻ്റെ വൈഫും കുട്ടികളും എല്ലാവരും കൂടെ ആണെങ്കിൽ അമ്മ ഒറ്റയ്ക്കായിരുന്നു ഉണ്ടാക്കി വരുന്നത് കേട്ടോ. ഇപ്പം എല്ലാവരും ഉണ്ട്, എല്ലാവരും ചെയ്യും. അങ്ങനെയല്ല, ഞങ്ങളൊക്കെ മുന്നേ ആണെങ്കിൽ അമ്മയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതൊരു 7:30 ആകുമ്പോഴേക്കും അമ്മയുടെ ഫുള്ള് സദ്യ വട്ടങ്ങൾ അങ്ങോട്ട് റെഡി ആവും കേട്ടോ. ഞാനത് ഇപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും അമ്മയാണ് ഒറ്റയ്ക്ക് ചെയ്യുക. അമ്മയ്ക്ക് അതാണ് കുറച്ചും കൂടെ എളുപ്പം. അങ്ങനെ അവിയലൊക്കെ വെന്തപ്പോൾ നമ്മുടെ അരപ്പാക്കിയിട്ടു. അതിലേക്ക് കുറച്ച് നമ്മുടെ കറിവേപ്പിലല്ലേ അതും കൂടെ ഇട്ട് കൊടുത്തു. താത്ത തന്നതാണ് കേട്ടോ, നമ്മുടെ അടുത്തുള്ള ഒരുപാട് കറിവേപ്പില തന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടു. മറ്റോടത്താണെങ്കിൽ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ താത്തൻ്റെ വീട്ടിൽ നിന്ന് നമുക്ക് പോയി പൊട്ടിക്കാറുന്നു. ഇതിപ്പോൾ ഇവിടെ താത്ത തന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ. എനിക്ക് വേപ്പിലിടാണ്ട് ഒരു സുഖം കിട്ടില്ല ഫുഡിനകത്തൊക്കെ. അതാണെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിയ വേപ്പില എനിക്ക് പറ്റൂല. അങ്ങനെ അതുമായി നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളും പരിപ്പൊക്കെ അങ്ങോട്ട് വെന്ത് അതങ്ങോട്ട് മാറ്റി വെച്ച സ്ഥിതിക്ക് നമുക്കിനി ഇതിൽ ഉപ്പേരി അങ്ങോട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിക്കുക. പിന്നെ കുറച്ച് സവാള, ഞാൻ വെറുതെ കടുകും മുളകും എനിക്ക് പൊട്ടിക്കണത് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നറിയാമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെല്ലുള്ളി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊന്ന് മൂക്കട്ടെ വിചാരിച്ചു. 2 പച്ചമുളകും വേപ്പിലും കൂടെ ഇട്ടിട്ട് അതൊന്ന് മൂക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് ആവണതിനനുസരിച്ച് വേഗം സാധനങ്ങൾ കയറ്റി കഴിഞ്ഞാൽ കിച്ചണിലെ പരിപാടി വേഗം ഇങ്ങോട്ട് കഴിഞ്ഞോളൂ കേട്ടോ. കുട്ടികൾ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും കുറച്ച് നേരം വൈകും ഫുഡ് കഴിക്കാൻ വരാനെന്നൊക്കെ കണ്ണൻകുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിലും എൻ്റെ എല്ലാ കാര്യങ്ങളും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമാണ്. ഇന്ന് വൈകിട്ട് നമ്മൾ ചിലപ്പോൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവും, ഇല്ലെങ്കിൽ നാളെ ആയിരിക്കും പോവുക, അറിയില്ല, ഉറപ്പൊന്നും ആയിട്ടില്ല. എന്നിട്ട് നമ്മുടെ സവാളയും കാര്യങ്ങളൊക്കെ ഒന്ന് മൂത്ത് വരണ സമയത്ത് നമ്മുടെ പയറിട്ട് കൊടുത്ത് ഉപ്പിട്ട് കൊടുത്ത് തട്ടിപ്പൊത്തി അടച്ച് വെച്ചാൽ അതും അങ്ങോട്ട് റെഡിയായി. അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണത്തിൻ്റെ സ്റ്റീം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നാളികേരം വറുക്കാൻ വേണ്ടിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെണ്ടയ്ക്ക് അങ്ങോട്ട് വറുത്ത് കോരാം. വെണ്ടയ്ക്ക് ഒന്ന് വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വഴുവഴുപ്പ് മാറുകയും ചെയ്യും, ടേസ്റ്റുമാണ്. ഇതൊക്കെ ഈ പ്രാവശ്യത്തെ തമാശ എന്താ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ പ്രാവശ്യം വെളിച്ചെണ്ണയിലല്ല കേട്ടോ കുക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞ പോലെ അവിയലിക്ക് മാത്രമാണ് കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഓയിൽ. അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് കുറവുണ്ടാവും. നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ നാടൻ സദ്യകളൊക്കെ വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്യുമ്പോഴാണ് എനിക്കിഷ്ടം കേട്ടോ. നാടനല്ല എന്തായിക്കോട്ടെ, എനിക്ക് വെളിച്ചെണ്ണ അല്ലാതെയൊക്കെ വേറൊരു ഓയിൽ സങ്കല്പിക്കാൻ വേണ്ടി പറ്റിയായിരുന്നില്ല. ഇപ്പോൾ പിന്നെ വില കൂടുതലായതുകൊണ്ട് അതുമായി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താ നമ്മുടെ ഗ്യാസ് പണി മുടക്കേണ്ടി. എനിക്കറിയായിരുന്നു ഇതിങ്ങനെ വരുള്ളൂ എന്നുള്ളത്. അങ്ങനെ അതൊക്കെ മാറ്റി പുതിയ സിലിണ്ടറൊക്കെ താങ്ങി പിടിച്ച് കൊടുന്ന് അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചു. ഇത് നോക്കുമ്പോൾ നമ്മുടെ ഇതില്ലേ സ്റ്റവിനകത്ത് എന്തോ കരട് ചാടി തന്നെ തോന്നുന്നു. പുതിയ സിലിണ്ടർ ആക്കിയിട്ടും ഫ്ലെയിം കുറവാണ് കേട്ടോ. എൻ്റെ ഉള്ള പ്രതീക്ഷ മൊത്തത്തിൽ പോയി. എന്തായാലും വേണ്ടില്ല, എന്നിപ്പോൾ ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. എങ്ങനെയെങ്കിലൊക്കെ നമുക്ക് അങ്ങോട്ട് റെഡിയാക്കി എടുക്കാം. കുറച്ച് നേരത്തിന് ഇനിയിപ്പോൾ അധികം ആവാൻ വേണ്ടിയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഉപ്പേരി പിന്നെയും എല്ലാതും ചട്ടി നമ്മുടെ സ്റ്റവിൻ്റെക്ക് തന്നെ കയറ്റി വെച്ചു. എന്നിട്ട് കുറച്ച് നാളികേരത്തിൻ്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ കൈയോടെ അതും കൂടെ അങ്ങോട്ട് ചിരകാൻ. അതിൻ്റെ ഇടയിൽ നമ്മുടെ വെണ്ടയ്ക്ക അങ്ങോട്ട് വറുത്ത് കോരി മാറ്റി വെച്ച സമയം കൊണ്ട് നമുക്ക് ആ ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കായം ഒന്ന് മൂപ്പിച്ചു, കുറച്ച് ഉലുവയും മൂപ്പിച്ചു. അത് മൂത്ത് വരുന്ന സമയത്ത് നാളികേരം ഇട്ട് കൊടുത്തു, 2 വെളുത്തുള്ളി 2 ചെറിയുള്ളി, എന്നിട്ട് കുറച്ച് വേപ്പില എല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കേട്ടോ. നമുക്ക് ഈ ഒരു എന്താ പറയുക അതില്ലേ നാളികേരം മൂപ്പിച്ചതിലാണ് നമ്മൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സാമ്പാർ പൊടി എല്ലാ പൊടികളും കൂടെ അങ്ങോട്ട് മൂപ്പിച്ച് നല്ലോണം പച്ചമണം മാറണ വരെ അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാറിൻ്റെ അരപ്പും അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുക്കറിനകത്ത് നമ്മൾ കഷ്ണം വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ഇട്ട് വേവിച്ചിട്ടുള്ളൂ. ഇപ്പോൾ അരപ്പിൻ്റെ കാര്യങ്ങളും അങ്ങോട്ട് റെഡിയായി ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചു. അപ്പോഴേക്കും ഉപ്പേരി റെഡിയായി. അതും അങ്ങോട്ട് വെന്തപ്പോൾ ഒരു പാത്രത്തിലേക്ക് കയ്യോടെ അങ്ങോട്ട് മാറ്റി വെച്ച് വെന്തത് പാത്രം നമ്മുടെ ഫുഡ് ആയതായ ഐറ്റംസൊക്കെ അപ്പുറത്തേക്ക്
അടച്ച് ഞാൻ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് സാമ്പാറിലേക്ക് അരപ്പാക്കാം. അത് റെഡി ആയിട്ടുണ്ട്, അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സാമ്പാറിൽ കഷ്ണങ്ങളൊക്കെ വെന്ത് പരിപ്പൊക്കെ വെന്ത് കുറുകി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ അരപ്പും കൂടെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ സാമ്പാറും ഒരുവിധം അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് പുളിവെള്ളം കൂടെ പിഴിഞ്ഞൊഴിക്കണം കേട്ടോ. പിന്നെ ചാറൊക്കെ നമ്മുടെ ഇഷ്ടത്തിന്. ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല കുറുകുറാന്നുള്ള സാമ്പാറാണ് ഇഷ്ടം. പിന്നെ വിശേഷ ദിവസമല്ല, അതുകൊണ്ട് ഞാൻ വറുത്തരയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. അരപ്പൊക്കെ ആക്കി ഒന്ന് തിള വന്നപ്പോൾ ഞാൻ നമ്മുടെ വെണ്ടയ്ക്കും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് അവിടെ കയ്യോടെ ഒന്ന് വെറുതെ ഒന്ന് തുടച്ചിട്ടു കേട്ടോ. അവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങോട്ട് അലമ്പായി കിടക്കണ്ട വിചാരിച്ചിട്ട്. പിന്നെ കുറച്ചധികം പാത്രങ്ങളുണ്ടായിരുന്നു. സാമ്പാർ തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാനിത് ടപ്പേന്നര കഴുകി വെക്കണമുണ്ട് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ ലാസ്റ്റിക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയോ പോലെ ആവും. ഈ ഒരു ഡ്രസ്സ് ഇടാൻ പുതിയത് ഇടാഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ പണിയെടുക്കുന്ന സമയത്ത് അതിലൊക്കെ ആവില്ല വിചാരിച്ചത്. ഇതിൻ്റെ പിന്നെ പറഞ്ഞ പോലെ പഴയ ഡ്രസ്സാണ്. ഇനിയും പിന്നെ ഓണത്തിന് ഞാനൊരു സെറ്റ് സാരി അല്ലല്ലോ, പിന്നെ സെറ്റ് സാരിയുടെ പോലത്തെ ഒരു ടോപ്പ് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിൽ കറയാവുമെന്ന് പേടിച്ചിട്ടും ഞാനിങ്ങനെ കഴുകുമ്പോഴും ഫുഡ് ഉണ്ടാക്കുമ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാനത് അങ്ങനെ ഒരുപാട് ഇട്ടിട്ടില്ല. ഈ ടോപ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്തായിരുന്നു, അന്ന് ഇതായിരുന്നു ഒരു ട്രെൻഡിങ്. അപ്പോൾ എനിക്കും പൂജിറ്റിക്കൊക്കെ ഒരേപോലെയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഫോട്ടോ ഇപ്പോഴല്ല കേട്ടോ, നമ്മുടെ യൂട്യൂബൊക്കെ തുടങ്ങുന്നതിന് മുന്നേ അങ്ങനെ ഇങ്ങനെ കഴുകുമ്പോഴൊക്കെ എനിക്ക് അതാണ് ടെൻഷൻ. അതിനാവോ മേലാവോ എന്നൊക്കെ ആയിട്ടാണ്. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി കയ്യോടെ ഒതുക്കി പെറുക്കി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് റെഡിയായി. നമ്മളൊക്കെ ഈ ഒരു 2-3 പാത്രത്തിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ എടുക്കുക. അതങ്ങോട്ട് കയ്യോടെ ഉള്ളിലേക്ക് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ സാമ്പാറിൽ കുറച്ചധികം മല്ലിച്ചപ്പും കൂടെ അങ്ങോട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ സാമ്പാറും സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കടുക് വറുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാറിൻ്റെ പരിപാടി കഴിഞ്ഞു. ചിലർ ഇതിനകത്ത് ശർക്കരയുടെ അച്ചൊരു പൊട്ട്, ഒരു തുള്ളി എന്നൊക്കെയാണ് പറയുന്നത്, ഒരു പൊട്ട് ഇടാറുണ്ട്. ഞാൻ ചെയ്യണില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല തോന്നി. ഞാനിടാ എണ്ണ ഒഴിച്ചതാണ്. ഞാൻ എന്തോ ഒരു ധൃതിയിൽ ഞാൻ കുപ്പിയുടെ മൂടി തുറന്നിട്ട് ഒരൊറ്റ കമത്തല്ല. ഞാനിങ്ങനെ ഒരു ഹോൾ ഇട്ടിട്ട് ഇങ്ങനെ പീച്ച ചെയ്യാറ്. എന്തോ മറന്നിട്ട് അങ്ങോട്ട് ആയിപ്പോയി. ടപ്പടപ്പേന്ന് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അതിൽ. എന്നിട്ട് പിന്നെ ഞാൻ ആ വേറെ പാത്രത്തിൽ എണ്ണയൊക്കെ ആക്കിയിട്ട് നമ്മുടെ പാകത്തിന് എണ്ണ ആക്കി ഇനി വറുത്തിടാൻ വേണ്ടിയിട്ട് ഉലുവ, കടുക്, വറ്റൽമുളക്, വേപ്പില ഇതിട്ടിട്ടാണ് ഞാൻ സാമ്പാർ പൊട്ടിക്കുക കേട്ടോ. അപ്പോൾ ആദ്യം കടുക് ഇട്ട് കൊടുത്തു, ഉലുവ ഇട്ട് കൊടുത്തു. അത് പൊട്ടി വരണ സമയത്ത് വറ്റൽമുളക് ഇതിട്ട് കൊടുക്കുക. അതിൻ്റെ മുന്നേ ഞാൻ സാമ്പാറിലേക്ക് കുറച്ച് പച്ച കറിവേപ്പിലല്ലേ നമ്മൾ വറുത്തിടണതിൻ്റെ മുന്നേ അതിനകത്ത് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി മൂപ്പിക്കുമ്പോഴും ഇട്ട് കൊടുക്കും, അല്ലാണ്ട് ഇട്ട് കൊടുക്കും. അതിലേക്ക് ലേശം ഇട്ട് കൊടുത്തിട്ട് ആദ്യം നമ്മൾ സാമ്പാർ വറുത്തിടാം കേട്ടോ. നമ്മുടെ സാമ്പാറിൻ്റെ പരിപാടി അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഒരു ബക്കറ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ കേട്ടോ. നമ്മൾ മാവൊക്കെ അരച്ച് വെച്ചാർന്നല്ലേ, ഇതാകുമ്പോൾ പിന്നെ എളുപ്പമാണ് നമുക്ക് വിളമ്പാൻ വേണ്ടിയിട്ടൊക്കെ. അതിൻ്റെ ഒരൊറ്റ ബക്കറ്റ് ഉണ്ട് കേട്ടോ സാമ്പാർ. അപ്പോൾ അത് അങ്ങോട്ട് ആക്കി വെച്ചു. ഇനി ഈ ഒരു കുക്കർ കഴുകിയിട്ട് വേണം നമുക്ക് എരിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആയത് ഞാൻ പറഞ്ഞല്ലോ, മാറ്റി വെച്ച് അടച്ച് വെച്ചാൽ പിന്നെ ഇവിടെ അങ്ങോട്ട് അലമ്പില്ലാതെ നമുക്ക് അങ്ങോട്ട് വൃത്തിയാക്കി എടുക്കുക. അത് തൂവി പൂ വെച്ചിട്ടാണ് കേട്ടോ പയ്യെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, എരിശ്ശേരിയുടെ കാര്യം നോക്കാം. വൻപയർ നമ്മൾ തലേ ദിവസം കുതിരായിട്ടോണ്ട് തന്നെ വലിയ പാടൊന്നുമില്ല കേട്ടോ. ചില ദിവസങ്ങളിൽ എനിക്ക് ചില വിഷുവിനും ഒക്കെ എനിക്ക് മറക്കാറ്, വിഷുവിനും ഓണത്തിനൊക്കെ ഈ വൻപയർ ഇടാൻ വേണ്ടി ഞാൻ മറക്കാറുണ്ട്. രാവിലെ നോക്കുമ്പോൾ ആകെ പെടാപ്പാടാവും ഇത് വേവാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഇത് തലേ ദിവസം ഓർത്തിട്ടോണ്ട് വലിയ പാടൊന്നുമില്ല. 2-3-4 പ്രാവശ്യം അങ്ങോട്ട് വാഷ് ചെയ്തിട്ട് നമുക്കതിൻ്റെ എടുക്കാം കേട്ടോ. ചിലപ്പോൾ ഇതിനകത്ത് കല്ലൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇപ്പം ഞാനൊക്കെ ഒന്ന് നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ചില വൻപയറിൽ കല്ല് കാണും. നമുക്ക് കല്ലും പയറും കൂടെ അറിയാൻ വേണ്ടി പറ്റില്ല, കഴിക്കുമ്പോൾ പല്ല് പോവും. എന്നിട്ട് നമ്മുടെ മത്തനും കൂടെ കഴുകിയെടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ടാണ് ഇപ്പം ഞാൻ വേവിക്കണുള്ളൂ. വേണമെങ്കിൽ 2 പച്ചമുളക് കീറിയിട്ട് വേവിക്കാം. പക്ഷേ ഞാനത് അരപ്പിലാണ് ഇട്ട് കൊടുക്കണം. ഒരു നുള്ളു മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് അത് അങ്ങോട്ട് വേവിക്കാൻ വേണ്ടി വെക്കാം. വൻപയറും മത്തനും ഒരുമിച്ചാണ് വേവിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ വേഗം വെന്തോളും, സെപ്പറേറ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2 വിസിലായപ്പോഴേക്കും അടിപൊളിയായിട്ട് വെന്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട്, എരിശ്ശേരിത്തെ അരപ്പിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നാളികേരം, 2 പച്ചമുളക്, 2-3 പച്ചമുളക്, 2 ചെറിയുള്ളി, 2-3 വെളുത്തുള്ളി, നല്ല ജീരകം, പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ മണി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ വേപ്പിലയും കൂടെ ഇട്ടിട്ട് 2 കറക്കൽ കറക്കുക, ഒന്ന് ചതയ്ക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ട്. അതാണ് ഡീറ്റെയിൽ കാണിക്കാത്ത. അതാകുമ്പോഴേക്ക് ലെങ്ത്ത് കൂടി പോകും വീഡിയോയ്ക്ക്. അരപ്പ് ചേർത്ത് 2-3 കഷ്ണം നമ്മുടെ ശർക്കരച്ചിൻ്റെ ഒരു കുഞ്ഞ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക, പാകത്തിന് മധുരത്തിനനുസരിച്ച്. അതുകൂടെ ഇട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് ഇളക്കി യോജിപ്പിച്ച് ആ ഒരു അരപ്പ് വെന്താൽ നമ്മുടെ എരിശ്ശേരി റെഡിയായി. ഇനി അതിലേക്ക് വറുത്തിടാൻ വേണ്ടി ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ചു, വറ്റൽമുളക്, വേപ്പില, കുറച്ച് ചെറുള്ളി, അതും കൂടെ മൂത്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇടുക. ഒരു ബ്രൗൺ കളറായണ നേരത്ത് നമ്മുടെ ഒരു 2-3-4 ടേബിൾ സ്പൂണ് അല്ലെങ്കിൽ ഒരു അരപ്പിടി നാളികേരം കൂടെ ഇട്ടിട്ട് അതൊരു ബ്രൗൺ കളറാവണ വരെ ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ എരിശ്ശേരി വറുത്തിടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ
നമ്മുടെ എരിശ്ശേരിയും റെഡിയായി. ഇനി ഇതൊരു പാത്രത്തിൽ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അടുത്തത് നമുക്ക് കുക്കർ ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളത് ഇനിയിപ്പോൾ എന്താ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്നാലും അതൊക്കെ കയ്യോടെ അങ്ങോട്ട് മാറ്റി വെച്ച് അടച്ച് വെച്ചാൽ അതും അങ്ങോട്ടായി. ഇന്ന് വലിയ പാത്രങ്ങളൊക്കെ നമുക്കത് കഴുകി കിച്ചൺ അങ്ങോട്ട് റെഡി ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. കയ്യോടെ ആയത് കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലാക്കി മാറ്റിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. പകുതി അടയ്ക്കാനുള്ളൂ. അമ്പാട് അടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നാശാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ആവിയിൽ നിന്ന് പോകാൻ വേണ്ടി വറുത്തിട്ടതല്ലേ. അപ്പോൾ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും പോവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടേക്ക് ഒന്ന് ഒതുക്കി റെഡിയാക്കി ഇനി നമ്മളൊന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ബാക്കി പരിപാടിക്ക്. അപ്പോഴേക്കും നേരെ ഒന്ന് വെളുത്തൊരു 7 മണി 7:30 ഒക്കെ ഏകദേശം ആയിട്ടുണ്ട്. പൂവിട്ടിട്ടില്ല കേട്ടോ. മഴയാണോ ഒന്നാമത്, പിന്നെ എല്ലാം കൂടെ അവിടെ കഴിഞ്ഞിട്ട് അതിന് ഇരിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ അതുമ്മയ്ക്ക് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരം വൈകും കേട്ടോ. കണ്ണൻകുട്ടി ഞങ്ങൾ 3 കൂടെ തലേ ദിവസം പ്ലാൻ ആക്കിയതായിരുന്നു അമ്പലത്തിൽ പോകണം എന്നുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മഴ ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ പ്ലാൻ മാറ്റാം, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. ആകെ ഒരു കുടയുണ്ട് ഞങ്ങൾ 3 കൊണ്ട്. പടത്തിൽ കൂടെ പോകുമ്പോഴേക്കും ആകെ കൂടെ നനഞ്ഞ് പെട്ടിയാവും. പിന്നെ പനി വരാൻ വേണ്ടിയിട്ട് ഒരു പാടും ഉണ്ടാവില്ല. അങ്ങനെ എല്ലായിടും അങ്ങോട്ട് തുടച്ച് കയ്യോടെ തുടച്ചെടുത്തു. എന്നിട്ട് ഇനി നമുക്ക് പൂവിടാൻ വേണ്ടി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഈ സ്റ്റെപ്പിൻ്റെ അവിടെ എപ്പോൾ നോക്കിയാലും മണ്ണുണ്ടാവും കേട്ടോ. ഒന്നാമത് നമ്മൾ അവിടെ നിന്ന് ചവിട്ടി കയറണതും, രണ്ടാമത് ഈ മഴ പെയ്തിട്ട് ഇങ്ങനെ ചാറ്റലടിക്കുന്നതും കൂടെയാണ്. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് പൂച്ചിട്ടും ഞാനും കൂടെ പൂവൊക്കെ നേരാക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. എല്ലാം കൂടെ അരിഞ്ഞ് പെറുക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമാണല്ലോ. നമ്മളിന്ന് ചായക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കണില്ല, പഴം പുഴുങ്ങിയതും പപ്പടം. അതുകൊണ്ട് പിന്നെ സമയം കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പൂവൊക്കെ പിച്ചിട്ടിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് പൂച്ചിട്ടും കണ്ണൻകുട്ടിയും കുളിയും കഴിഞ്ഞ് വരികയും ചെയ്തു. ഇത് കണ്ണൻകുട്ടിയുടെ ഒരു ടീഷർട്ട് പുതിയത് കേട്ടോ. ഞാൻ കറക്റ്റായിട്ട് കാണിക്കാം. അവരെ കിട്ടണില്ല കാണിക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ. എന്നിട്ട് ഞാൻ പഴം പുഴുങ്ങാൻ വേണ്ടിയിട്ട് ശർക്കര ഉപ്പൊക്കെ ഇട്ടിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചു. പപ്പടം ഞാൻ കയ്യോടെ അങ്ങോട്ട് കാച്ചി വെക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അതിനായിട്ട് വേറെ ഒന്ന് കാച്ചാൻ നിൽക്കണ്ട വിചാരിച്ചിട്ട് നമ്മുടെ സദ്യക്കുള്ളത് ഇങ്ങനെ സ്റ്റീലിൻ്റെ അതിലാക്കി വെച്ച് കഴിഞ്ഞാൽ തണുക്കൊന്നുമില്ല. ഇനി രണ്ടാമതൊന്ന് കത്തിക്കണ്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പപ്പടം കൂടെ അങ്ങോട്ട് കാച്ചിയിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ശർക്കര ഇട്ട് പുഴുങ്ങിയ നേന്ത്രപ്പഴമല്ലേ, നല്ല വേവണം. ഇങ്ങനെ വെന്തിട്ട് അതും ഈ പപ്പടം കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എനിക്ക് പൂച്ചിട്ടിക്ക് നല്ല ഇഷ്ടമാണ്. കണ്ണൻകുട്ടിക്ക് അതിന് വലിയൊരു താല്പര്യമില്ല കേട്ടോ. അപ്പോൾ പാല് നീ ഇപ്പോൾ അവൻ്റെ ഫ്രണ്ട്സിനും കൊടുക്കണം. പിന്നെ പുറത്ത് ഏട്ടന്മാരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പാല് കുറവാകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ 1 ലിറ്ററും കൂടെ പാൽ അവനോട് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ണൻകുട്ടി അത് വാങ്ങാൻ പോയി. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെയാണ് പൂവിടുന്നത് കേട്ടോ. ഡിസൈനൊക്കെ പൂച്ചിട്ടിയാണ് വരച്ചിട്ടുള്ളത്. ആ ഒരു പച്ച കളറില്ലേ, അതെന്താണെന്നറിയോ, നമ്മുടെ മാവിലല്ലേ അത് മിക്സിയിൽ അരച്ചാണ് കേട്ടോ പൊടിച്ചത്. അരച്ച വെള്ളം കൂട്ടാണ്ട് അതിൻ്റെ ആ നടുക്കിലുള്ള നാരങ്ങട് കളഞ്ഞിട്ട് മിക്സിയിൽ അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഞാൻ വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ. നല്ല കളറാണ്. എനിക്ക് ഇത്രയും ദിവസം അറിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു ഖേദമുണ്ടായിരുന്നു. അടുത്ത പ്രാവശ്യം നമുക്ക് പൊളിക്കാം. അങ്ങനെ നമ്മളൊരു ഡിസൈനൊക്കെ ആക്കി ഇരുന്നിട്ട് കാര്യമായിട്ട് പൂട്ടുകൊണ്ടിരിക്കുക. ഇവിടെയാണ് ഇന്നിപ്പോൾ പൂടുന്നത്. മുറ്റത്തേക്ക് ഇറങ്ങാൻ വയ്യേട്ട മഴയാണ്. അത് കാരണം അവിടെയൊക്കെ വെള്ളം കണ്ടില്ലേ. അപ്പോൾ അവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഭംഗി പോവും. ഇതാണ് നമ്മുടെ പൂവിട്ടത്. ടെറസ് ഉണ്ടോയെന്ന് നിങ്ങൾ പറയണേ. അങ്ങനെ പൂക്കളൊക്കെ ആയി നമ്മൾ ഇനി ഇല മുറിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു വെയിലൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു അമ്പലത്തിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കുറച്ചൊക്കെ വെയിലും കാര്യങ്ങളൊക്കെ ആയി. മഴ അങ്ങോട്ട് പോയി കണ്ടില്ലേ. അപ്പോൾ അതൊക്കെയാണ് പറയുന്നത്. മഴയ്ക്കും തന്നെ കുറച്ച് കുശുമ്പ് കൂടുതലാണോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വാഴയിലൊക്കെ പൊട്ടിച്ചു. അപ്പുറത്ത് കാക്ക ചോദിക്കുന്നുണ്ട് ഫുഡൊക്കെ ആയോ, സദ്യയൊക്കെ ആയോ എന്ന്. അപ്പോൾ ഞാൻ ആയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരോട് കാര്യം പറഞ്ഞിട്ടാണ് ഈ ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ വാഴയിലൊക്കെ ഇവിടെ പിന്നെ വാഴയിലുള്ളതുകൊണ്ട് പാടില്ല കേട്ടോ. മുന്നേക്കെ ആണെങ്കിൽ നമ്മളെ വാഴയിലേക്ക് വേണ്ടിയിട്ട് എവിടെ വരെ പോകണമെന്നറിയോ. കണ്ണൻകുട്ടീനോട് ഷാജേട്ടനോട് ഇത് തലേ ദിവസം മുന്നേ ഞാൻ പറയും, വാഴയില ഒത്തിട്ടില്ല കേട്ടോ, നിങ്ങളാണ് രണ്ടാളുമാണ് അത് കൊണ്ടുവരേണ്ട ആൾക്കാർ എന്നുള്ളത്. ഇവിടെ പിന്നെ വാഴയിലുള്ളതുകൊണ്ട് അതങ്ങോട്ട് സമാധാനം. ഇനി ഞാനും പൂജിട്ടും കൂടി ചായ കുടിക്കാൻ നിൽക്കുക. ഞാൻ പറഞ്ഞില്ല കണ്ണൻകുട്ടിക്ക് താല്പര്യമില്ല. അപ്പോൾ അവനോട് ഞാൻ ക്രീം ബണ്ണ് എന്തെങ്കിലും കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആശാൻ കടയിലേക്കും പിന്നെ അവൻ്റെ ഫ്രണ്ട്സിനെയും കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വരില്ല. അപ്പോൾ ഞാനും പൂജിട്ടും കൂടെ കഴിക്കാൻ വിചാരിച്ചു. അല്ല പഴുത്ത ശർക്കര ഇട്ട് നമ്മൾ വേവിച്ച നേന്ത്രപ്പഴവും പപ്പടവും കൂട്ടി ഇങ്ങോട്ട് കഴിക്കണം. ഇത് ടേസ്റ്റാണെന്നറിയോ. അപ്പോൾ അതും കൂടെ ഞങ്ങൾ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പൂജിട്ടിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ. എനിക്കും ഇഷ്ടമാണ് ഇത് ഇങ്ങനത്തെ. കണ്ണൻകുട്ടിക്ക് എന്തോ ഇതെന്താണെന്നാവോ പിടിക്കാത്തത്. മറ്റേത് ഇതിൻ്റെ ഒരു ഇതാണ് ടേസ്റ്റൊക്കെ അവന് പിടിക്കണേ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഇരുന്ന് കഴിച്ചു. വയറ് നിറയെ കഴിച്ചു. ഇനി നമുക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടില്ല കേട്ടോ. ഇനി ഒരു പായസം ആവാനും ഉണ്ട്, ചോറാവാനേ ഉള്ളൂ. അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളൊരു 8 മണി 8:30 ഉള്ളിലായപ്പോഴേക്കും എല്ലാം കഴിഞ്ഞു. എന്നാൽ തന്നെ ഒന്ന് പോസ്റ്റ് ആവാൻ കാരണം നമ്മുടെ ഗ്യാസ് സ്റ്റവ് ആണ് കേട്ടോ. അത് പണി തന്നോണ്ട്, അല്ലെങ്കിൽ പിന്നെ ഇതിൽ സ്പീഡിൽ കാര്യങ്ങളായിരുന്നു. ഇനി ഞാൻ വിചാരിച്ചു എന്നാൽ ഇനി കയ്യോടെ നമുക്ക് എന്താക്കാം, പായസം കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പാത്രം ഇല്ല കേട്ടോ. ഇങ്ങനത്തെ ഒരു ചെമ്പ് വെച്ചിട്ട് ഞാനതിൽ പഞ്ചസാര കാരമൽ ചെയ്യാണ്. ഇത് ഞാനിട്ട റെസിപ്പിയാണ്. അവിൽ പായസം തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ അന്നേ ഉറപ്പിച്ചത് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതാക്കാമെന്ന് വിചാരിച്ചു. 2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഗുഡ് ലൈഫിൻ്റെ ഒരു 1 ലിറ്ററും
പിന്നെ 2 മിൽമയുടെ 2 പാക്കറ്റും അങ്ങനെയാണ് വാങ്ങിയുള്ളത്. അപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ ഷുഗറൊക്കെ കാരമലായ സ്ഥിതിക്ക് ഇനി നമുക്ക് പാലങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതെന്താ വെച്ചാൽ നമ്മുടെ പായസത്തിനല്ലേ നല്ലൊരു കളർ, ഒരു പിങ്ക് കളർ വരും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് പാലങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങോട്ട് അലിഞ്ഞ് സെറ്റായി ആ ഒരു കളർ അങ്ങോട്ട് വന്നോളും, ഒരു പിങ്ക് ഷെയ്ഡ് വന്നോളും. ക്യാമറയിൽ എത്രത്തോളം അറിയുന്നുണ്ടോയെന്ന് അറിയില്ല, നേരിട്ട് കാണുമ്പോൾ ഒരു പിങ്ക് കളറൊക്കെ ഇടയ്ക്ക് ഒരു ലൈറ്റ് പിങ്ക് കളറൊക്കെ വരുന്നുണ്ട് കേട്ടോ. പാലൊക്കെ പൊട്ടിച്ചൊഴിച്ചിട്ട് നമ്മളൊരു അതിലേക്ക് ഒരു എന്താ പറയുക അരക്കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അത് തിളയ്ക്കണം എന്നുണ്ടെങ്കിൽ ദൈവമേ മണിക്കൂർ നേരം പിടിക്കും. അതുകൊണ്ടാണ് നേരത്തെ കാലത്ത് അതിന് നിന്നത്. ഇപ്പുറത്തെ ചട്ടിയിൽ നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങോട്ട് വറുത്ത് കോരാം. ഞാനിത് റെസിപ്പി ഇട്ടയാണ് കേട്ടോ, അതുകൊണ്ട് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട, ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ഇനി അതെങ്ങാനും കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങോട്ട് വറുത്ത് കോരാം. പണ്ടൊക്കെ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തുകയാണെങ്കിൽ ഇതിൻ്റെ എണ്ണം കുറയും കേട്ടോ. ഇത് കഴിക്കാനായിട്ട് വട്ടം ചുറ്റിയിട്ട് അടുക്കളയിൽ നിന്നായിരുന്നു. ഇപ്പോൾ പിന്നെ അതിനോടൊന്നും വലിയ ഇമ്പൊന്നും ഇല്ല, അതിനൊന്നും ഒരു മൈൻഡ് സെറ്റ് അതിനുമ്മിലേക്കൊന്നും അല്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ വറുത്ത് കോരിയ രണ്ടെണ്ണം പോവാണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. പൂജിറ്റിയും കണ്ണൻകുട്ടി ഉണ്ടെങ്കിൽ ഓരോന്ന് 2 എണ്ണമൊക്കെ അന്ന് പോവാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ ആൾ ക്യാമറ എടുക്കണ തിരക്കില്ല തോന്നുന്നു. മിൽക്ക് മെയ്ഡാണ് ഇപ്പോൾ ആളുടെ ഉന്നം, അതൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പൂജിറ്റിക്ക്. അപ്പം നമ്മൾ ഇതാ പായസത്തിലേക്കുള്ള ഇതൊക്കെ വറുത്ത് കോരി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അവിലും ആ നെയ്യിൽ തന്നെ വറുത്തു. ഇനി പാല് തിളയ്ക്കണ വരെ നമുക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടും കേട്ടോ. ഫുഡും കാര്യങ്ങളൊക്കെ ആയി കേട്ടോ, സദ്യവട്ടങ്ങളൊക്കെ റെഡിയായി. ഇനി പായസം മാത്രമേ ആവുള്ളൂ. അപ്പം നമുക്ക് സമയമുണ്ട്. കോള് അപ്പം അതിൻ്റെ ഇടയിൽ ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു. പൂജിറ്റി ഇവിടെ മൈലാഞ്ചി ഇട്ട് തരുന്നുണ്ട് ഗൈസ്. പൂജിറ്റി ഇടുന്നതല്ല, ഇപ്പം എനിക്ക് ഇട്ട് തരാണ് കേട്ടോ. ഇനി പായസം മാത്രമേ ആവുള്ളൂ, സമയമുണ്ട്. 10 മണിയൊക്കെ ആവണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെയാണ് നമ്മളിനി മൈലാഞ്ചി ഇട്ടിട്ട് വേഗം പായസമാക്കാം. ബാക്കി എല്ലാ വട്ടങ്ങളും ശരിയായിട്ടുണ്ട് കേട്ടോ, ശരിയായിട്ടുണ്ടെന്നല്ല ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ പുതിയതല്ല, പുതിയത് ഞങ്ങൾ കുറച്ച് ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് കാണിക്കാം കേട്ടോ. മൈലാഞ്ചി ഇട്ടിട്ട് കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മൈലാഞ്ചി മുല്ലപ്പൂവ് അയ്യോൻ്റെ അമ്മേ ഭയങ്കര ഇഷ്ടമാണ്. കുപ്പിവള ഇത് കഴിച്ചൊരു കച്ചവടത്തിനില്ല. പൂജിറ്റി മൈലാഞ്ചി നല്ലപോലെ വരയ്ക്കും, കാണടില്ല, ഇടും, പക്ഷെ അങ്ങനെ ഭയങ്കര ക്രൈസില്ല. ഉണ്ടായിരുന്നു മുന്നേ, എപ്പോഴും മൈലാഞ്ചി ഇടുന്ന ഒരു പ്രാന്ത്. ഇപ്പം അതങ്ങനെ നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പം മൈലാഞ്ചി ഇട്ടിട്ട് ലാസ്റ്റ് കാണിച്ചു തരാം. കയ്യിലായോ സാറില്ല. അപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടി മറന്നു. അപ്പോൾ എല്ലാവർക്കും, നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും, നമ്മുടെ ഫാമിലിയുടെ വക, സുബി ഡ്രീം ലൈഫിൻ്റെ വക, ഞങ്ങളുടെ വക ഹാപ്പി ഓണം. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കേട്ടോ എല്ലാവർക്കും. കിട്ടിയൊരു കുഞ്ഞേ ഗ്യാപ്പിൽ മൈലാഞ്ചി ഇട്ടതാണ് കേട്ടോ. എനിക്ക് ഈ ഓണത്തിൻ്റെ വിഷുവിനൊക്കെ കയ്യിൽ മൈലാഞ്ചി പെരുന്നാളിൻ്റെ ഒന്നും ഞാൻ ഇടാറുണ്ട് കേട്ടോ. എനിക്ക് മൈലാഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാന്താണ്. പണ്ടൊക്കെ ഈ മൈലാഞ്ചി പറിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ലോകം വരെ പോവോ അവിടെ വരെയൊക്കെ പോയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പായസത്തിൻ്റെ പരിപാടിയുടെ സമയത്താണ് അനിയനും വൈഫും കുട്ടിയും കൂടെ വന്നിട്ടുള്ളത്. അങ്ങനെ അവരോടൊക്കെ കാര്യം പറഞ്ഞ് അവർക്ക് കുറച്ച് വാഴയിലൊക്കെ പൊട്ടിച്ചു കൊടുത്തു. അങ്ങനെ അവർ പോയിട്ട് അവർ ധൃതിയിലായിരുന്നു, ചുമ്മാ ഒന്ന് കയറിയതായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ പാലൊക്കെ തിളച്ചപ്പോൾ നമ്മുടെ അതില്ലേ അവിലിട്ട് കൊടുത്തു, അതിനകത്തേക്ക് മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുത്തു, ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് സ്കിപ്പ് മാറിപ്പോയി തോന്നുന്നു. എന്നിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ആക്കി കൊടുത്തിട്ട് നമ്മുടെ അതാ സൂപ്പറായിട്ടുള്ള അവിൽ പായസം റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ണൻകുട്ടി പുറത്ത് സദ്യ കഴിക്കാൻ വരാത്ത കുട്ടികൾക്ക് പായസം കൊണ്ടുപോകണം കേട്ടോ. അപ്പം എനിക്കിത് എത്ര കണക്കെന്ന് അറിയില്ല, അവർക്ക് തികയായോ വരും വെച്ചിട്ടാണ് ഈ അളന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 8 ആളാണെങ്കിൽ 10 ഗ്ലാസ് അങ്ങനെ ആക്കാലോ, 2 ഗ്ലാസ് കൂടുതലെന്ന് വെച്ചിട്ടാണ് കേട്ടോ. എനിക്കിത് അറിയില്ല എത്രത്തോളം ആക്കാണെന്നൊന്നും, അതുകൊണ്ട് അങ്ങനെ ആക്കിയിട്ട് അവനങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. ആയിട്ടുണ്ട് സാമ്പാർ, പായസം, എരിശ്ശേരി, പയറുപ്പേരി, അവിയൽ, പിന്നെ നമ്മുടെ അച്ചാറും പുളിയിഞ്ചി മുന്നേ ഉണ്ടാക്കി വെച്ചത്, കായ വറുത്തത്, ഇതും കടയിൽ നിന്ന് വാങ്ങിയത്, പപ്പടം, ചോറ് ഇത് അവിടെ ഉണ്ട് കേട്ടോ. ചോറ് അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ കൂടെ അവിടെ ഇത്തിരി സംഭവം ആയിട്ടുണ്ട്. കടലിൻ്റെ ഫ്രണ്ട്സും കൂടെ എത്തിയിട്ടില്ല. എന്നിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് കൊടുത്തിട്ട് ഇരിക്കാൻ വിചാരിച്ചു. അപ്പോഴേക്കും നമുക്ക് നേരം വൈകും. ഇപ്പുറം നമ്മുടെ നെയ്ബേഴ്സിന് ഫുഡ് ആക്കാം കേട്ടോ. ഉള്ളയിൽ വെച്ചിട്ട് അവർക്കും കൂടെ അങ്ങനെ ആക്കിയിട്ട് കൊടുത്താൽ, പിന്നെ നമ്മൾ കഴിക്കുന്നതിന് മുന്നേ കൊടുക്കരുത്. നമ്മൾ കഴിച്ചിട്ട് കൊടുക്കണേക്കാളും നല്ലത് കഴിക്കുന്നതിന് മുന്നേ അല്ലേ. അപ്പോൾ അതും കൂടെ ഉണ്ടാകട്ടെ. നമ്മൾ കഴിക്കുന്നതിന് മുന്നേ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. കഴിച്ചിട്ട് നമ്മളൊരാൾക്ക് കൊടുക്കണം മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് കണ്ണൻകുട്ടീനും ഫ്രണ്ട്സിനും കാണാനില്ലേ. ഞങ്ങളാണെങ്കിൽ വിശന്നിട്ട് ഊപ്പാട് ഇളകിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ കൊണ്ടുപോകാനുള്ളതൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് അതങ്ങോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവർ വന്നാലോ അല്ലെങ്കിൽ അവൻ വൈകുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇരുന്ന് കഴിക്കാമല്ലോ വിചാരിച്ചിട്ടാണ് അതൊക്കെ പാത്രത്തിലാക്കിയിട്ട് ഞങ്ങൾ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ വട്ടങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ കാണാനില്ല, കണ്ണൻകുട്ടിയെ കാണാനില്ല, അവന് വൈകും പിള്ളേർ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും പൂജയും കൂടെ ഇരിക്കാൻ വിചാരിച്ചു. ഫ്രണ്ട്സ് വരുമ്പോൾ അവൻ അവരുടെ കൂടെ ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ ഇലക്കെട്ട് നമ്മുടെ വിഭവങ്ങളൊക്കെ വിളമ്പിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പോരാണ് കേട്ടോ. ആരും ഇല്ലാത്തതുകൊണ്ടില്ലേ ഒരു സുഖമില്ല. എന്തൊക്കെയാണെങ്കിലും വീട്ടിലെ ആളും ബഹളവും ഇല്ലാതെ ആകുമ്പോൾ എന്തോ പോലെ. ഈ കണ്ണൻകുട്ടിയാണെങ്കിൽ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ കാണൂല്ല, അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അവനും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. ഓണൊക്കെ ആകുമ്പോൾ വീട്ടിലിരിക്കും. അപ്പോൾ കുട്ടികൾ ഞാനും പൂജിറ്റി മാത്രമായതുകൊണ്ട് എന്തൊക്കെയോ ഒരു
കുറവ് പോലെ ആരും ഇല്ലാത്തൊക്കെ പെട്ടെന്ന് എന്തൊക്കെയോ ഒരു മിസ്സിങ് പോലെ കേട്ടോ. ഒച്ചയും ബഹളവും ആരും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ വെച്ച് വിളമ്പിയിട്ട് നമ്മൾ തന്നെ കഴിക്കുക എന്ന് പറയുമ്പോൾ എന്തോ പോലെ. പിന്നെ അവൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോഴാണ് കേട്ടോ ഒരു ഓളാവുക, നമുക്ക് ഓണാണ് എന്നുള്ളത് തോന്നുക. അങ്ങനെ ഇതാ നമ്മൾ എല്ലാം വിളമ്പി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ സാമ്പാറും ഉണ്ട്, അടിപൊളി സാമ്പാറായിരുന്നു ആണ് കേട്ടോ. ഞാൻ തന്നെ പറയാമല്ല, എനിക്ക് സാമ്പാറായിരുന്നു ഇഷ്ടമായത് വെച്ചാൽ. അല്ല എനിക്കിഷ്ടമായിരുന്നു. പൂജുട്ടിയും പറഞ്ഞു അടിപൊളിയായിട്ടുണ്ട്, എല്ലാതും സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ. അങ്ങനെ വിളമ്പിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടാളും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ കൈയോടെ വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ളത് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇടിച്ചിട്ട് ശ്വാസം കിട്ടില്ല കേട്ടോ പറഞ്ഞിട്ട്. അങ്ങനെ ദാ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പായസം അവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. ഈ ഒരു പായസം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് മുന്നേ ഒക്കെ ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന്. ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഉള്ള കാര്യമൊന്നും അന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ലേ കുറേ വർഷം മുന്നൊക്കെ. ഇപ്പൊക്കെയാണ് ഈ ഒരു അവിൽ പായസത്തിൻ്റെയൊക്കെ വാല്യൂ മനസ്സിലാവണത്. അധികം ബഡ്ജറ്റ് ആവില്ല. അങ്ങനെ കണ്ണൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്, എല്ലാവരും ഉണ്ട്. ഇനി അവർക്ക് വേണ്ടിയിട്ട് ഫുഡ് അങ്ങോട്ട് വിളമ്പാൻ വിചാരിച്ചു. ടേബിളും എല്ലാവരെയും കൂടി ഇരുത്താൻ വേണ്ടി പറ്റില്ല. പിന്നെ കുറച്ച് ആൾക്കാരെ ടേബിളുമ്മലും കുറച്ച് കുട്ടികളെ താഴെ ഇരുത്തുമ്പോൾ അത് സങ്കടമല്ലേ വിചാരിച്ചിട്ട് എല്ലാവർക്കും നിലത്താണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അവരാണ് ശരിക്കും ഓണം വെച്ചാൽ നിലത്തിരുന്നിട്ടാണ് ഓണം കഴിക്കുക എന്ന് പറയണത് തന്നെ. അങ്ങനെ ഇതാ എല്ലാവർക്കും വിളമ്പിയിട്ടുണ്ട്. എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അവർ പറഞ്ഞു നിലത്ത് എനിക്ക് ഒരു മടി രണ്ട് ട്രിപ്പായിട്ട് ഇരുന്നാൽ മതി വെച്ചപ്പോൾ അവർ പറഞ്ഞു വേണ്ട, ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഇരുന്നോളാന്ന്. എന്നിട്ട് എല്ലാവർക്കും ഫുഡൊക്കെ വിളമ്പിയിട്ട് അവരെ വീഡിയോയിൽ ഒരുപാട് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ തിരുവോണം വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ വിരുന്ന് പോകാനുള്ള കാര്യമൊക്കെ നോക്കുക. അതുകൊണ്ടാണ് നമ്മുടെ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തിയത്. നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. ഓണമൊക്കെ അടിച്ച് പൊളിച്ച് നമുക്കിനി അടുത്ത ദിവസം തിങ്കളാഴ്ചയൊക്കെ മുതൽ നമുക്ക് ലൈവിലൊക്കെ കാണാം. അപ്പോൾ എല്ലാവരോടും ടാറ്റ ബൈ ബൈ, സി യു. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വിരുന്നൊക്കെ പോയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വ്ളോഗിൽ കാണിക്കാം കേട്ടോ. ടാറ്റ ബൈ ബൈ, സി യു.